അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, എനിക്ക് തോന്നുന്നു ഈ ദിവസത്തെ വി ഡി സതീശന്റെ പ്രതികരണവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഈ വിഷയത്തെ ആകത്തുകയിൽ കണ്ടാൽ അതിൽ ഏറ്റവും ഫോക്കൽ പോയിന്റ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഇന്നലെ വരെ ഹൈക്കോടതിയിൽ വിശ്വാസം ഉണ്ടായിരുന്നവർക്ക് ഇന്ന്, അതായത് ഹൈക്കോടതി എന്ന് തന്നെ നമ്മളതിൽ കാണണം. കാരണം അവർ CPIM തിരികെ കയറ്റി, സർക്കാർ തിരികെ കയറ്റി എന്നൊക്കെ പറയുമ്പോൾ ഹൈക്കോടതിയും അതിന് വഴങ്ങുന്ന സംവിധാനമാണ് എന്നുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യമുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് ആലോചിക്കുമ്പോഴാണോ ഈ പുറത്തു വന്ന ഫോട്ടോകളുടെ പരമ്പരയിലേക്ക് ആ സംശയത്തെ കൊണ്ടുചെന്ന് കെട്ടാൻ സാധിക്കുന്നത്? അഡ്വക്കേറ്റ് എൽ ലാൽകുമാർ, ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ സ്വപ്ന സുരേഷുമായി പിണറായി വിജയൻ ഒരു പൊതുവേദി പങ്കിട്ടതിനെയാണ് ബേസിൽ ആദ്യമേ ചോദ്യം ചെയ്യുന്നത്. എന്തിനാണ് സ്വപ്ന സുരേഷ്, ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി പൊതുവേദി പങ്കിട്ടിട്ടുണ്ടല്ലോ, അത് പറയാമല്ലോ. അപ്പോൾ അതുപോലെയാണോ സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നത്? അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുപോയി സോണിയാഗാന്ധിയെ കാണിക്കുന്നത്? അല്ല, ഇവിടെ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇതിനകത്ത് ഇപ്പം ഫോട്ടോയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പരാമർശം നടത്താമെന്ന് വിചാരിക്കുന്നു. അത് ഏറ്റവും വാലിഡ്, മുഖ്യമന്ത്രി ചോദിച്ച ഏറ്റവും വാലിഡായിട്ടുള്ളൊരു വിഷയമാണ്. എന്താണ്, സോണിയാഗാന്ധിയെ പോലൊരാൾക്ക് അല്ലെങ്കിൽ ആളെ നമുക്ക് ആക്സസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണോ? അപ്പോൾ സോണിയാഗാന്ധിക്ക് ആര് അപ്പോയിൻമെൻ്റ് എടുത്ത് കൊടുത്തു? സോണിയാഗാന്ധിയെ കാണാനുള്ള ഡേറ്റ് ആര് നിശ്ചയിച്ചു? സോണിയാഗാന്ധി ഇത് കൊടുക്കാനുള്ള കാര്യം എന്ത്? അല്ലെ വഴി കൂടെ പോകുന്നവർക്കെല്ലാം പോയി സോണിയാഗാന്ധിയെ കാണാൻ കഴിയുമോ? ചുമ്മാ അത് ഇന്ന് ഞാൻ സോണിയാജിയെ ഒന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ 10 ജൻപത്തി കൂടെ പോകുമ്പോൾ എന്നാൽ ഞാനൊന്ന് കയറിയേക്കാം എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്ന രീതിയിലാണോ സോണിയാഗാന്ധി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്? സോണിയാഗാന്ധി അങ്ങനെ കോൺഗ്രസ്സുകാർക്ക് കാണാൻ പറ്റുമെങ്കിൽ നമുക്കും അങ്ങനെ ഒന്ന് കാണിച്ചു തരുമോ? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. വളരെ കൃത്യമാണ്, അവർ അപ്പോയിൻമെൻ്റ് എടുക്കാതെ ഒരാളെയും, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവാണ് സോണിയാഗാന്ധി. ഈ പറയുന്ന പീരീഡുകളിൽ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. ആ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളെ നിർബന്ധമായി അപ്പോയിൻമെൻ്റ് എടുക്കാതെ ഒരു കാരണവശാലും കയറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ അപ്പോയിൻമെൻ്റ് എടുത്തത്? അടൂർ പ്രകാശ് അല്ലെങ്കിൽ വേണ്ടെന്നേ. അപ്പോൾ സോണിയാഗാന്ധി പറയണോ ആരാന്ന്? നിങ്ങൾ എന്തിന് ഇയാളെ കണ്ടു? നോക്കൂ, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇയാളങ്ങ് കള്ളനാകുകയാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഇയാൾ കള്ളത്തരം ഉണ്ടായിരുന്ന ആളാണെന്ന് ചോദിച്ചാൽ കള്ളത്തരം ഉണ്ടായിരുന്ന ആളായിരിക്കാം, ഉറപ്പായിട്ടും ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇയാളും ഈ പറയുന്ന കോൺഗ്രസ്സുകാരുമായിട്ട് എന്താ ബന്ധം? ഇങ്ങനൊരു കള്ളനായിരിക്കുന്നയാളുടെ ആൻറ്റിസിഡൻസ് ഒന്നും അറിയാത്ത ഒരാളെ നിങ്ങൾ എന്തിന് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവിനെ കൊണ്ട് കാണിക്കുന്നു? ശബരിമല ഇന്നലെ കോൺഗ്രസിൻ്റെ തന്നെ ഒരു വക്താവ് പറഞ്ഞത് അവർക്ക് ആരോഗ്യം ഒക്കെ മോശമൊക്കെ ആയതുകൊണ്ട് എന്നാൽ ശബരിമലയിലെ ഒരു പോറ്റിയെ കൊണ്ടുവന്ന് കയറ്റിയേക്കാം എന്ന് അവർ കരുതി എന്നുള്ളതാണ്. കൊണ്ടൊന്ന് ഈ തകിടൊക്കെ കെട്ടിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാറുമെന്നുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു എന്നാണ്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ കേൾക്കുന്ന മനുഷ്യർക്ക് പറയുന്ന ഇവർ മണ്ടത്തരമാണെങ്കിൽ നമ്മൾ മണ്ടന്മാരല്ലല്ലോ അല്ലേ? അപ്പം ഇത് വളരെ വ്യക്തമാണ്. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കൂ, നമ്മൾ പറയുന്നത് വിടൂ, നമുക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. കേരളത്തിൽ ഒരുമാതിരിപ്പെട്ടവർ പ്രതികരിച്ചവരെല്ലാം രാഷ്ട്രീയ നിരീക്ഷകർ, പലരും നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ, ഇപ്പം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരൊന്നുമല്ല. പലപ്പോഴും ചാനൽ ചർച്ച ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് പഴയ കോൺഗ്രസ്സുകാരൻ പുതിയ കുപ്പായം ഇട്ട് നിരീക്ഷകൻ എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും ചെയ്യുക. അത് സംഭവിക്കുന്നത്. അതുപോട്ടെ, അങ്ങനെയുള്ളവരല്ലാത്തവർ സാധാരണ ഇച്ചിരി വെളിവും വെള്ളിയാഴ്ച ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന് കോൺഗ്രസ് മറുപടി പറയണം. കോൺഗ്രസിന് എന്തായാലും മറുപടി പറയാൻ പറ്റാതെ എന്നെ കേൾക്കുന്ന ജനങ്ങൾ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പോട്ടെ, അദ്ദേഹത്തിൻ്റെ വാദോച്ചത്തിൽ വെച്ച് എങ്ങനെയൊക്കെ രക്ഷപ്പെടാനായിരിക്കും നോക്കുന്നത്. നമ്മളൊരൊറ്റ ചോദ്യമാണ്, ഞാൻ ചോദിക്കുന്ന ചോദ്യം ന്യായമല്ലേ? നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന ജനങ്ങൾ ആലോചിച്ചാൽ മതി, കോൺഗ്രസിൻ്റെ AICC പ്രസിഡൻ്റായിരുന്ന സോണിയാഗാന്ധിയെ, മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയായ സോണിയാഗാന്ധിയെ, എന്നുവെച്ചാൽ മുൻ പ്രധാനമന്ത്രി പല 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 കണക്ഷനിലുള്ള ഒരാളാണ്, അവരെ ചുമ്മാ ഒരാൾക്ക് പോയി കാണാൻ കഴിയുമോ? അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയണ്ടേ? അതാണ് ആദ്യത്തെ ഭാഗം. അപ്പം അതിന് മറുപടി വരാത്തിടത്തോളം കാലം നമ്മളിത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കും.